അതാണ് വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ. അത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ എന്നുള്ളത് നമ്മൾ ഇതുവരെ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്തേക്കാണ് കാര്യങ്ങൾ എന്ന് വ്യക്തമാക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ്. 2019 ഈ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചതാണ്. ഇപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ എന്തുകൊണ്ട് സർക്കാർ ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ അമാന്തം കാണിച്ചു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യത്തിന് മറുപടി നൽകേണ്ടി വരുമെന്നുള്ളതിൽ തർക്കമില്ല. നമുക്കൊപ്പം രാഹുൽ ഈശ്വർ തത്സമയമുണ്ട്. രാഹുൽ ഈശ്വർ, നമ്മൾ ഈ ആണധികാരത്തെക്കുറിച്ചൊക്കെ പൊതുവെ പറയും, അത് സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും ഉള്ളതാണ് എന്നതിൽ തർക്കമില്ല. നമ്മൾ അതിൽ നിന്നൊക്കെ വളരെ മുന്നോട്ട് പോകുന്നു പല കാര്യങ്ങളിലും എന്നൊക്കെ സ്വയം അഭിമാനിക്കുന്നവർ കൂടിയാണ്. ഇപ്പോഴിതാ നമ്മളൊക്കെ ഈ ചിലരുടെ കാര്യത്തിലെങ്കിലും ചില നടന്മാരെയൊക്കെ നമ്മൾ ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്നവരൊക്കെ ഉള്ള ഇടത്താണ് ഇത്തരത്തിലേക്കുള്ള ഏറ്റവും വൾഗറായ ഒരു ഇടമാണ് നമ്മുടെ സിനിമാ ഇൻഡസ്ട്രി എന്ന് ഇതിൽ പരം ഒരു തെളിവ് വേണമോ? ഇത് നമ്മളെ സംബന്ധിച്ച് ഇത് ഉണ്ടാക്കുന്ന നാണക്കേട്, മലയാള സിനിമാ ഇൻഡസ്ട്രിക്ക് ഉണ്ടാക്കുന്ന നാണക്കേട് എത്ര വലുതാണ് രാഹുൽ ഈശ്വർ? മാഡം, രണ്ട് കാര്യം. നമ്മുടെ ഇൻഡസ്ട്രിയെ കുറിച്ച് വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടാണെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ തന്നെ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വരികളിലൊന്ന്, ഞാൻ തുടങ്ങട്ടെ, ഇത് യൂണിവേഴ്സലായ പ്രശ്നങ്ങളല്ല, പലരും ഇത് അനുഭവിച്ചിട്ടുണ്ട്. ആ വരി തന്നെ നോക്കാം. ലെറ്റ് മി സ്റ്റാർട്ട് വിത്ത് എ കാവിയറ്റ് ദാറ്റ് ഇതൊരു യൂണിവേഴ്സൽ പ്രശ്നങ്ങളല്ല, പക്ഷേ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. യഥാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതിനേക്കാൾ വേദനിപ്പിക്കുന്നതാണ് റിപ്പോർട്ട്. എന്നാൽ മലയാള സിനിമ നമുക്ക് അറിയുന്നത് പോലെ വലിയൊരു ശതമാനം ബാക്കി ഇൻഡസ്ട്രീസിനെക്കാട്ടും മെച്ചമാണ്. ഇത് കൂടുതൽ മെച്ചമാക്കാനുള്ള റിപ്പോർട്ട് എന്ന രീതിയിൽ നമ്മൾ പരിഗണിക്കണമെന്നുള്ളതാണ്. ഇത് പറയുന്നതിന്റെ കാര്യം സ്ത്രീപക്ഷത്തു കൂടെ നിന്നുകൊണ്ടാണ്. കാര്യം പലപ്പോഴും വിജയിച്ച അഭിനേത്രികളെല്ലാം മോശക്കാരികളാണെന്നും അവർ കോംപ്രമൈസിങ് ആൾക്കാരാണെന്നോ അല്ലെങ്കിൽ സഹകരിക്കുന്ന ആൾക്കാരാണെന്നോ ഒക്കെ തെറ്റിദ്ധാരണ പകരും. അതുകൊണ്ട് റിപ്പോർട്ട് വളരെ പ്രസക്തമാണ്, നമ്മൾ ഡീൽ ചെയ്യേണ്ടതാണ്. സർക്കാരിന്റെ നിലപാട്, വനിതാ കമ്മീഷൻ നിലപാട് വരണം, അമ്മയടക്കമുള്ള നിലപാടെടുക്കണം. പക്ഷെ നമ്മുടെ സിനിമാ ഇൻഡസ്ട്രിയെ കുറെ കൂടെ മെച്ചമാക്കാൻ വേണ്ടിയുള്ള റിപ്പോർട്ടാണ് എന്നതിനാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. കാര്യം ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ സിനിമയ്ക്ക് ഇൻവെസ്റ്റർ സെന്റിമെന്റ്സ് എതിരാകും, പ്രൊഡ്യൂസർ സെന്റിമെന്റ്സ് എതിരാകും. ഇവരുടെ എല്ലാം ഉപജീവനമാണ്. നമുക്കിത് ചർച്ച മാത്രമാണ്, പക്ഷെ അവരുടെ ജീവിതത്തെ കൂടി നെഗറ്റീവായിട്ടോ പോസിറ്റീവായിട്ടോ ഒക്കെ ബാധിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അവധാനതയോടുകൂടി പോകണം. പ്രസന്റ് സർക്കാർ എടുത്തിരിക്കുന്ന സമീപനം വളരെ പോസിറ്റീവാണ്, സ്ലോ ആൻഡ് സ്റ്റഡിയാണ്. കോൺക്ലേവ് ഇനി ഒക്ടോബറിൽ വരുന്നുണ്ട്. ആ കോൺക്ലേവിൽ സജഷൻസ് വരണം. ഏതെങ്കിലും തരത്തിലുള്ള ട്രൈബ്യൂണൽ പോലുള്ള കാര്യങ്ങൾ, പോക്സോ അടക്കമുള്ള കാര്യങ്ങൾ ഇൻവോക്ക് ചെയ്യാമെങ്കിൽ അതിന്റെ കാര്യത്തിൽ വരണം. ഹെൽപ്പ് ലൈനുകൾ വരണം. തീർച്ചയായിട്ടും മലയാള സിനിമ ഇൻഡസ്ട്രിയെ കുറെ കൂടെ മെച്ചമാക്കാനുള്ളതായിരിക്കണം ജസ്റ്റിസ് ഹേമ റിപ്പോർട്ട്. ആരെയും ഞെട്ടിക്കാനോ ആരെയും വെട്ടിവീഴ്ത്താനോ ആരെയും കരിവാരത്തേക്കാനോ ഉള്ളതാകരുത്. പല കാര്യങ്ങളും വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. നമ്മുടെ സഹോദരിമാരും സ്ത്രീകളും ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നല്ലോ എന്ന വേദന, ഒരു തിരിച്ചറിവ് ഓരോ പുരുഷനും ഓരോ മലയാളിക്കും ഓരോ കേരളീയനും നൽകണം. എന്നാൽ അതോടൊപ്പം എല്ലാവരും മോശക്കാരാണ് എന്ന തെറ്റിദ്ധാരണ പരത്തണം. ജസ്റ്റിസ് ഹേമ പോലും ഒരു നല്ല ബാലൻസിനാണ് നോക്കിയിട്ടുള്ളത്. ആദ്യ പാരാഗ്രാഫുകളിൽ തന്നെ ലെറ്റ് മി സ്റ്റാർട്ട് വിത്ത് എ കാവിയറ്റ്, ഇത് യൂണിവേഴ്സൽ അല്ല, ഇത് അനുഭവിക്കാത്ത ആൾക്കാരും ഉണ്ടെന്ന് കൂടി ജസ്റ്റിസ് ഹേമ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആ ബാലൻസിൽ, ആ സന്തുലനത്തിൽ നമ്മൾ ഈ വിഷയം എടുക്കണം. കാരണം ഇല്ലെങ്കിൽ അത് സിനിമ ഇൻഡസ്ട്രിയെ നെഗറ്റീവായി ബാധിക്കും. അല്ല, ഇതിപ്പോൾ രാഹുൽ ഈശ്വർ, ഈ മേഖലയിൽ ഒരു സ്ത്രീക്കെങ്കിലും ഇത്തരത്തിലേക്കൊരു പീഡനം നേരിടേണ്ടി വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് തന്നെ വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഇവിടെ ഇപ്പോൾ ഒരു സ്ത്രീയുടെ മാത്രം കാര്യമല്ല, ഈ മേഖലയിലേക്ക് വരുന്ന സ്ത്രീകൾ അനുഭവിക്കേണ്ടി വരുന്നത് എന്താണ് എന്നതാണ് നമ്മൾ ഇതിലൂടെ അറിയുന്നത്. ഇതിൽ ഞെട്ടൽ എന്നൊക്കെയുള്ള വാക്കുകളൊക്കെ മാറ്റിവെക്കാം, അതൊക്കെ നമുക്ക് സ്വാഭാവികമായി. കമ്മിറ്റി പോലും പറയുന്നുണ്ട്, ഞെട്ടലോടെയാണ് താൻ പല കാര്യങ്ങളും കേട്ടത്. താങ്കൾ പറഞ്ഞതുപോലെ വേദനയോടെ വീണ്ടും വീണ്ടും ഇത് കേൾക്കേണ്ടി വരുന്നു എന്ന് കമ്മിറ്റി തന്നെ പറയുകയാണ്. പക്ഷേ ഇതിൽ നമ്മൾ പ്രമുഖർ എന്ന് പറയുകയാണ്. ഇപ്പോൾ ഈ പേര് നമുക്ക് പുറത്തുവിടാൻ കഴിയില്ല, അവിടെ പ്രിവസി എന്നുള്ളത് വളരെ പ്രധാനമാണ്. പ്രമുഖരായ നടന്മാരുടെ 15 പേരടങ്ങുന്ന ഒരു പവർ ഗ്രൂപ്പ് ഇതിനെ നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം? ഒരു കഴിവുള്ളൊരു നടിക്ക് ഇതിൽ കഴിവ് മാത്രമല്ല വേണ്ടത് എന്നുള്ളതല്ലേ? അപ്പോൾ നമ്മൾ ഇതിനെ ചുരുക്കി കാണുന്നത് എങ്ങനെയാണ്? ഇത് എല്ലാവരും അങ്ങനെയല്ല, സാമാന്യവത്കരിക്കരുത് എന്നൊക്കെ പറയുന്നതിന് എന്തർത്ഥമാണുള്ളത് രാഹുൽ ഈശ്വർ? അല്ല, ചുരുക്കി കാണുകയല്ല, ഞാൻ എക്സാമ്പിൾ വെച്ച് തന്നെ പറയാം. എനിക്ക് പാർവതിയുടെ ഫെമിനിസ്റ്റ് ഐഡിയോളജിയോട് യോജിപ്പില്ല. പക്ഷെ പാർവതിയെ പോലെ വലിയൊരു കലാകാരി, മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ 10 അഭിനേത്രിമാരെ എടുത്താൽ സംശയമില്ല പാർവതി തിരുവോത്തുള്ള ഒരു വ്യക്തിയായിരിക്കും. അല്ലെങ്കിൽ ഭാഗ്യലക്ഷ്മി, ഏറ്റവും മികച്ച ഡബിംഗ് ആർട്ടിസ്റ്റ്, മറ്റൊരു കോമ്പറ്റീഷൻ പോലും ഇല്ല. ഇവർക്കടക്കം പലപ്പോഴും അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് നമുക്ക് എല്ലാം അറിയാവുന്ന റിയാലിറ്റിയാണ്. അപ്പോ ബോൾഡ് നിലപാടെടുക്കുന്നവരെ അവോയ്ഡ് ചെയ്യുന്നത് തീർച്ചയായും തെറ്റാണ്. അല്ലെങ്കിൽ പക്ഷേ സിനിമാ മേഖലയിലുള്ള ഇന്റർവെൻഷന്റെ പോസിബിലിറ്റി കുറവാണ്. ഏതോ ഒന്നോ രണ്ടോ ആൾക്കാരുടെ അഭിപ്രായത്തിൽ നിന്നാണ് ഈ 15 പേരുടെ ക്ലിക്ക് കൊണ്ട് അല്ലെങ്കിൽ 15 പേരുടെ ഇതുണ്ടെന്നാണ് എന്റെ പരിമിതമായ അണ്ടർസ്റ്റാൻഡിംഗ് കൊണ്ട് മനസ്സിലാകുന്നത്. എല്ലാ മേഖലയിലും പവർ ഗ്രൂപ്പ്സ് കാണും, ബന്ധങ്ങൾ കാണും. ബോളിവുഡിൽ എടുത്താൽ ഷാറൂഖ് ഖാനും സൽമാൻ ഖാനും അക്ഷയ് കുമാറും എന്നൊക്കെ പറയുന്നത് പോലെ. പക്ഷെ അത് വേറൊരാളുടെ തൊഴിൽ ചെയ്യാനുള്ള അവസരത്തെ നിഷേധിക്കുന്നതാകരുത്, വേറൊരാളുടെ ജീവിതത്തെ നെഗറ്റീവായി ബാധിക്കുന്നതാകരുത്. ഈ റിപ്പോർട്ട് മാധ്യമ ശ്രദ്ധ നിങ്ങളടക്കം
അടക്കമുള്ള മുഖ്യധാരാ മാധ്യമങ്ങൾ അത് ഉയർത്തുമ്പോൾ ഈ പവർ ഗ്രൂപ്പ്സ് കുറച്ചുകൂടെ ഡിസോൾവ് ആകുകയോ ഡയലൂട്ടഡ് ആകുകയോ ചെയ്യും. അതുകൊണ്ട് ഈ ചർച്ചകൾ വളരെ പോസിറ്റീവാണ്, നല്ലതാണ്. എന്നാൽ സിനിമ ഇൻഡസ്ട്രി ഒരു ക്യാപിറ്റലിസ്റ്റിക് ഇൻഡസ്ട്രിയാണ്. നമ്മൾ സത്യസന്ധമായ ഈ കാര്യത്തിൽ ഇത് സോഷ്യലിസ്റ്റ് മേഖലയല്ല. ഇതൊരു ക്യാപിറ്റൽ ഇന്റൻസീവായ, മുതൽ മുടക്കുള്ള മൂലധനം കൊണ്ടുവരുന്ന ക്യാപിറ്റൽ ഇന്റൻസീവായ ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പൊ അതിൻ്റെതായ ചില പോരായ്മകളും പ്രശ്നങ്ങളും പ്രത്യേകതകളും എപ്പോഴും ആ ഇൻഡസ്ട്രിക്ക് കാണുമെന്ന തിരിച്ചറിവ് കൂടെ വെച്ചിട്ടേ നമുക്ക് സംസാരിക്കാൻ കഴിയുള്ളൂ. കാര്യം ഇത് ഓരോരുത്തരുടെ അവരുടെ അഭിപ്രായങ്ങളും ബ്രാൻഡ് വാല്യൂ ഇതെല്ലാം ബന്ധപ്പെടുത്തുന്ന ഒരു വിഷയം കൂടിയാണ്. എന്നാൽ തിരിച്ചറിവിൽ നമ്മൾ സംസാരിക്കുകയും കുറെ കൂടെ മെച്ചമാകുകയും വേണം. അതുകൊണ്ടാണ് ഗവൺമെന്റ് പോലും വളരെ സ്ലോ ആൻഡ് സ്റ്റഡി ആൻഡ് കോഷ്യസ് ആയിട്ടാണ് മുമ്പോട്ട് പോയത്. അതുകൊണ്ട് ഇത് പോസിറ്റീവായ ഒരു മാറ്റത്തിന് തുടക്കമാകട്ടെ. അങ്ങനെയുള്ള ഒരു പിച്ച്, അങ്ങനെയുള്ള ഒരു ഫീൽ, അങ്ങനെയുള്ള ഒരു നിലപാടും നയവും സമീപനവുമാണ് പൊതുസമൂഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. എനിക്ക് ഉറപ്പുണ്ട് നമ്മുടെ പ്രമുഖ താരങ്ങൾ ആരും ഇതിൽ ഇൻവോൾവ് അല്ല, നെയിംഡ് അല്ല. പക്ഷെ ചില ആൾക്കാർ, എല്ലാ മേഖലയിലും മോശക്കാർ ഉള്ളതുപോലെ ഈ മേഖലയിലും കാണും. അത് ഉന്നത സ്ഥാനത്തുള്ളവർ വേട്ടക്കാർ, ഇതിലുള്ള വാക്കുകളാണ് രാഹുൽ ഈശ്വർ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് പേരുകൾ ആരാണെന്ന് പുറത്തുവിടാൻ. അതെ, അതാണ്, അവിടെയാണ് ഇപ്പോൾ ആരാ നമ്മൾ ഇതിൽ നിയമവും സ്വകാര്യതയും ഒക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് പേരുകൾ പുറത്തുവിടാൻ കഴിയില്ല. അപ്പോഴും ഈ ഉന്നത സ്ഥാനത്തുള്ളവർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ പ്രമുഖ നടന്മാരൊന്നും ഇല്ല എന്നൊക്കെ നമുക്ക് ഇങ്ങനെ പറഞ്ഞു വെക്കാമെന്നല്ലാതെ ഇതിനെ നിയന്ത്രിക്കുന്നത് ആരാണ് എന്നത് കൃത്യമായി തന്നെ വരികയാണ്. ഇതിൽ സംവിധായകരുണ്ട്. എന്തിനാണ് പ്രൊഡക്ഷൻ കൺട്രോളർമാർ വരെ പലപ്പോഴും തങ്ങളുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും അതിന് സ്ത്രീകളെ ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന രണ്ട് വാക്കുകൾ താങ്കളിപ്പോൾ അത് വായിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു: അഡ്ജസ്റ്റ്മെന്റും കോംപ്രമൈസും. ഇതെന്താണ്? ഇതൊരു തൊഴിൽ മേഖലയല്ലേ രാഹുൽ ഈശ്വർ? നമ്മൾ സ്ത്രീകൾ കഴിവുണ്ട്, അവർക്ക് മുന്നോട്ട് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യൂ, നിങ്ങൾ കോംപ്രമൈസ് ചെയ്യൂ. എന്തിനാണ് ഈ അഡ്ജസ്റ്റ്മെന്റും കോംപ്രമൈസും? ശരീരം പങ്കിടണമെന്നാണ് ആദ്യം തന്നെ. ഒരു പെൺകുട്ടി അഭിനയിക്കാൻ വരുമ്പോൾ ശരീരം പങ്കിടണം, ലൈംഗിക ബന്ധത്തിന് നിർബന്ധിക്കുകയാണ്. ഇത് പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പൊയ്ക്കൊള്ളൂ, ഞങ്ങൾ വേറെ ആളുകളെ വെക്കും. ഇനി അത് തുറന്നു പറയാൻ പോയാൽ അവർക്ക് നേരിടുന്നത് വലിയ പീഡനം. ഈ തരത്തിലേക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് പുറത്തു വരുന്നത് രാഹുൽ ഈശ്വർ? അല്ല, അതൊരു സീരിയസ് ഇഷ്യൂ ആണ്. നമ്മൾ കണ്ണടച്ചിട്ട് കാര്യമില്ല. എല്ലാ മേഖലയിലും ഇത് കാണും. പക്ഷെ സിനിമ ഇൻഡസ്ട്രിയിൽ ഇത് കൂടുതലാണ്. കാര്യം ഗ്ലാമർ ഉള്ള, ഇപ്പം മാഡം തന്നെ ശ്രദ്ധിച്ചു കാണും, ഒന്ന് രണ്ട് വേറെ വരികളുണ്ട്. ഇറുകിയ വസ്ത്രങ്ങൾ ഇടാൻ നിർബന്ധിക്കുന്നു, കുറച്ച് വസ്ത്രം മാത്രം ധരിച്ചു വന്നാൽ അവർക്കാണ് കൂടുതൽ അവസരം തരുന്നത്. അപ്പൊ അങ്ങനെ സിനിമ എന്ന് പറഞ്ഞാൽ ഗ്ലാമർ ഉള്ള, അട്രാക്ഷനും അറ്റൻഷനും ഉള്ള ഇൻഡസ്ട്രി ആയതുകൊണ്ട് സെക്ഷൽ ഫേവേഴ്സ് എന്ന് പൊതുവെ പറയുന്ന, കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്ന ലൈംഗിക താല്പര്യങ്ങൾ മുമ്പോട്ട് വെക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലുണ്ടാകും. തീർച്ചയായും ബാക്കി ഏതൊരു മേഖലയെ പോലെ ഒരു തൊഴിൽ മേഖലയാണ്. നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് ഇതിനെ ഒരു ഇൻഡസ്ട്രി ആയിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. അപ്പം കഴിവാണ്, അവരുടെ പ്രതിഭയാണ്, അവരുടെ നല്ല പെരുമാറ്റമാണ്, അവർക്ക് ആ മേഖലയിലുള്ള പ്രാഗൽഭ്യമാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ ദൗർഭാഗ്യവശാൽ ചിലപ്പോഴെങ്കിലും അങ്ങനെ സംഭവിക്കാറില്ല എന്നുള്ളത് എത്ര കണ്ണടച്ചാലും നമുക്ക് ഇരുട്ടാക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. പലപ്പോഴും അങ്ങനെ ഫേവേഴ്സ് ചോദിക്കുക, ആ സമയത്ത് ഫോൺ വിളിക്കുക, ഇതിൽ മുട്ടുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ചില ഹോട്ടലുകളിൽ അടക്കം മുട്ടുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. അവിടെയാണ് നമ്മുടെ സഹോദരിമാരും പ്രത്യേക ശ്രദ്ധയെടുക്കണം. ഈ മേഖലയിൽ ഒരുപാട് പ്രശ്നക്കാരുണ്ട്, ഒരുപാട് സെക്ഷൽ പ്രെഡേറ്റേഴ്സ് എന്ന് പൊതുവെ ഫെമിനിസ്റ്റുകൾ വിളിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ സെക്ഷൽ പ്രെഡേറ്റേഴ്സ് ഉള്ള മേഖലയാണ്. അതിന്റെ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് കഴിയുന്നത്ര വീട്ടുകാരെയും കൂടെ കൂട്ടിപ്പോണം. അതും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വീട്ടുകാരെ കൊണ്ടുപോകാതെ പലപ്പോഴും പോകാൻ കഴിയില്ല. പലപ്പോഴും അസമയത്ത് എന്ന് പറഞ്ഞാൽ ഏത് സമയത്ത് വർക്ക് ചെയ്യേണ്ടി വരും. എന്നാലും രാത്രി കാലങ്ങളിലോ ഈവനിങ്ങിലോ എക്സ്പ്ലോയിറ്റേഷന് കൂടുതൽ പോസിബിലിറ്റി ഉള്ള സമയങ്ങളിൽ നമ്മുടെ സഹോദരിമാർ കൂടുതൽ ഗാർഡഡ് ആയിരിക്കണം. ഞാനിത് പറയുന്നത് ഞാനൊരു പുരുഷ മേധാവിയോ പിന്തിരിപ്പിനോ ആയതുകൊണ്ടല്ല. ഇതൊക്കെയാണ് യാഥാർത്ഥ്യങ്ങൾ. പലപ്പോഴും സമൂഹത്തിൽ സംഭവിക്കുന്ന ദുരന്തങ്ങളും യാഥാർത്ഥ്യങ്ങളുമാണ്. ഇതിലെ ഒന്ന് രണ്ട് വളരെ പോസിറ്റീവ് സജഷൻസ് ഉണ്ട്. അത് ഹൈലൈറ്റ് ചെയ്യുകയും വേണം. ഒരു കാരണവശാലും മദ്യം സെറ്റിൽ കൊണ്ടുവരാൻ പാടില്ല. ഒരു കാരണവശാലും മയക്കുമരുന്നുകൾ സെറ്റിൽ കൊണ്ടുവരാൻ പാടില്ല. ഇതൊക്കെ അബ്സല്യൂട്ട്ലി നിരോധിക്കേണ്ട, നിയമം മൂലം തന്നെ നമുക്ക് നിരോധിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇത്തരം വളരെ പോസിറ്റീവ് സജഷൻസ് അതിനകത്തുണ്ട്. അതിന് നിയമനിർമ്മാണം കൊണ്ടുവരണം. അത്തരം അവരുടെ ആൽക്കഹോളിസം അടക്കമുള്ള കാര്യങ്ങൾ മാറണം. പലപ്പോഴും ഈ രീതിയിൽ പോസിറ്റീവായ കോൺക്രീറ്റ് ആയ സജഷൻസും സൊല്യൂഷൻസും വേണം. ഒരു റിക്വസ്റ്റേ ഉള്ളൂ, ഇത് സൊല്യൂഷൻ സെൻട്രിക് ആയിരിക്കണം. ഇത് പഴയകാല കഥകളെ കുറിച്ചുള്ള ചികയലല്ല, പോസ്റ്റ്മോർട്ടം. അല്ല, പഴയകാല കഥ എന്ന് പറയാൻ കഴിയില്ല. പഴയകാല കഥയല്ല, ഇതിങ്ങനെ ആവർത്തിച്ചു പോവുകയാണ് രാഹുൽ ഈശ്വർ. നമ്മൾ പഴയകാല കഥ എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ കഴിയില്ല. ഇതൊരു പഴയകാല കഥയാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം ഇനിയെങ്കിലും. അങ്ങനെ തന്നെ വേണം. അതിന് മാധ്യമ ജാഗ്രത ഇമ്പോർട്ടന്റ് ആണ്. മീഡിയക്കാർ ഈ വിഷയം റേസ് ചെയ്യുമ്പോഴാണല്ലോ നാട്ടുകാർ അറിയുന്നത്. മീഡിയക്കാർ അറിയുന്ന പേടിയാണ് പല സിനിമാക്കാരെയും നയിക്കുന്നത്. കാര്യം അവരുടെ ബ്രാൻഡ് വാല്യൂ, അവരുടെ സോഷ്യൽ മീഡിയ, അവരുടെ ഡിജിറ്റൽ പ്രസൻസ് ഹിറ്റാവും. അതുകൊണ്ട് മാധ്യമങ്ങൾ ഒരു ജാഗ്രത ഉയർത്തുന്നത് ഗവൺമെന്റിനേക്കാൾ കൂടുതൽ ഒരുപക്ഷെ മാധ്യമങ്ങൾക്ക് ചെയ്യാൻ എല്ലാ സെറ്റിലും ഒരു ഇന്റേണൽ കംപ്ലയിന്റ്സ് കമ്മിറ്റി പോലുള്ള കാര്യങ്ങൾ രൂപീകരിക്കുക. അപ്പൊ ഒരു ഗാർഡ് ഉണ്ടാകും, ഒരു ചെക്ക് ആൻഡ് ബാലൻസ് ഉണ്ടാകും. അങ്ങനെ നമ്മുടെ മേഖലയിലുള്ള ചില ചൂഷണങ്ങളെ പരമാവധി